ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സ്കൂലാണ് അങ്ങനെ സദ്യ കഴിക്കാൻ പോവാണ്. പിറന്നാൾ സദ്യ. പേരെന്തായിരുന്നു? കാർത്തിക. കാർത്തിക. ഇപ്പൊ കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. നമസ്കാരം, ഞാൻ ബിബി ശ്രീ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതുമുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിങ്ങമാസത്തിലെ രോഹിണി നാളാണ്, അതായത് അഷ്ടമി രോഹിണി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഭഗവാന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഗുരുവായൂരത്തെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള പിറന്നാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് പിറന്നാൾ സദ്യ കഴിക്കാൻ ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരിക. അതുപോലെ തന്നെ ഈ അഷ്ടമരോഹിണി ദിവസം കുളിച്ചു തൊഴുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൃഷ്ണവേഷങ്ങൾ, ഒരുപാട് കൃഷ്ണവേഷങ്ങൾ കെട്ടിക്കൊണ്ട് ഭക്തജനങ്ങൾ ഇവിടെ അമ്പലത്തിൻ്റെ പരിസരത്ത് എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നത് കാണാം. ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചയൊക്കെ നിങ്ങളിലേക്ക് ആ സന്തോഷം ആ കാഴ്ചകളും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ബൈ. ഹായ്, പേരെന്താ? അനാമിക. അയന. കൃഷ്ണവേഷം ആദ്യമായിട്ട് കെട്ടണ്? അതെ, ചെറുപ്പം മുതൽ കെട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സുദേവാണുള്ളത്. ഞാനും സുദേവും കൂടിയിട്ടാണ് ഈ അഷ്ടമരോഹിണി ദിനത്തിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി മുതലേ ഭയങ്കര തിരക്കാണ് ഈ അമ്പലത്തിൽ. അപ്പോൾ ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഉദ്ദേശം തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഈ പിറന്നാൾ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സ്കൂലാണ് കാണാൻ പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഭഗവാന്റെ പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇഞ്ചിപ്പുളി അച്ചാറ്, അതുപോലെ തന്നെ എരിശ്ശേരി, പൈനാപ്പിൾ കറി ഒക്കെ ഉണ്ട്. ചോറ് നമ്പി, പിന്നെ അവിയലുണ്ട്. സാമ്പാറിന് പകരം മോര് കറിയാണ് കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകും. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. പിറന്നാൾ സദ്യ. ഒന്നും പറയാനില്ല. മോര് കറി അടിപൊളി, നല്ല അടിപൊളി മോര് കറി കൂട്ടിയിട്ടാണ് പിറന്നാൾ സദ്യ കഴിക്കുന്നത്. സാമ്പാറല്ല,
ആയിട്ടുള്ള പായസമാണ്. പിറന്നാൾ സദ്യയുടെ തിരക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല എല്ലാ ഭാഗത്തും. അതുപോലെ തന്നെ കിഴക്കേ നടയിലായാലും അതുപോലെ തന്നെ വടക്കായാലും വടക്ക് നമ്മുടെ അന്നദാന മണ്ഡപത്തിലൊക്കെ ഭയങ്കര ജനത്തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ എന്താ പറയുക പിറന്നാൾ സദ്യ കഴിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത്. കുറേ തവണയായിട്ട് അവിടെ അങ്ങനെ ഭക്ഷണം നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തിരക്കുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഒരേ സമയം ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര വിപുലമായിട്ടാണ് ഇവിടെ സദ്യ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 3:45 3:45 ഒട്ടും തിരക്ക് കുറഞ്ഞിട്ടില്ല. കാരണം കാലത്ത് മുതലേ ഇവിടെ വന്നിട്ട് ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ കഴിച്ചിങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ ആയിരുന്നു. എന്തായിരുന്നു അടിപൊളി സദ്യ. എന്തായാലും തകർന്നു. ഹായ് ഹായ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലാണുള്ളത്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള നല്ല ഭംഗിയിൽ 2 കണ്ണൻ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ് ഹായ്, പേരെന്തായിരുന്നു? കാർത്തിക. ഇതാരാ ഉണ്ണിക്കണ്ണൻ്റെ പേര്? പാർവതി. അപ്പോൾ കാർത്തി മറ്റേ എത്ര കാലമായി ഈ കൃഷ്ണ ഫസ്റ്റത്താണ് അല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളി. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? ഇനിയിപ്പോൾ കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. കണ്ണനും രാധയും കൂടിയിട്ടുള്ള ഡാൻസ് ഇപ്പോൾ അല്ലേ? തകർക്കില്ലേ? ഓക്കെ അടിച്ചോ. ഓക്കെ.
ഗംഭീര ഡാൻസാണ് കൃഷ്ണൻ്റെ ആദ്യം കൂടിയിട്ട് ഇവിടെ കാഴ്ചവെച്ചത്. അതിലെ രാധേനെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. രാധയുടെ പേരെന്താ? മാനസ. അപ്പോൾ ഇത് എത്രാമത്തെ തവണ ഇത്? ആദ്യമായിട്ടാണ് ഗുരുവായൂർ ഈ ഒരു രാധയുടെ വേഷം കെട്ടുന്നത്. കാർത്തിനെ പരിചയപ്പെട്ടു. അപ്പോൾ കാർത്തിക കൃഷ്ണവേഷം ആദ്യമായിട്ടാണ് കെട്ടുന്നത്. രണ്ടാളും ആദ്യമായിട്ടാണെന്ന് തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ. കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു രാധയായിട്ട് ഒരുങ്ങണമെന്നുള്ളത്. പക്ഷെ സാധിച്ചില്ല. അത് ഇന്ന് ഭഗവാന്റെ അടുത്ത് വെച്ച് സാധിച്ചു. അപ്പോൾ എന്തായാലും അടിപൊളിയായി. അപ്പോൾ രാധമാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ് കണ്ടത്. വൈറ്റ് കളറിലത്. അത് മാത്രമല്ല മറ്റേ മയിൽപ്പീലി, ഒരുപാട് മയിൽപ്പീലി ഇങ്ങനെ പിൻ ചെയ്തിട്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നി. ആ രാധയും കൃഷ്ണനും നമുക്ക് സ്ഥിരം ഇപ്പോൾ ഇത്ര നേരം കണ്ടായിരുന്ന ഒരു രാധയും കൃഷ്ണന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഒരുപാട് മയിൽപ്പീലികൾ രാധയുടെ ഡ്രസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നമുക്ക്. ഈ കാണുന്നത് നമ്മുടെ ഗുരുവായൂർ കുളക്കടവിനടുത്തുള്ള ഊട്ടുപുരയാണ്. ഇപ്പോൾ സമയം 4:05. ഇപ്പോഴും ഭക്തജനങ്ങളുടെ തിരക്കാണ്. ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ക്യൂവിലാണ്. കണ്ടില്ലേ ആ ഭാഗത്ത്, അതായത് ഇത് കുളമാണ്. ഈ കുളത്തിൻ്റെ അറ്റത്ത് അപ്പുറത്ത് റോഡുണ്ട്. ആ റോട്ടിലാണ് ക്യൂ നിൽക്കുന്നത്. ഇപ്പോഴും സമയം 4 മണി കഴിഞ്ഞു. ഭഗവാന്റെ പിറന്നാൾ സദ്യ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളാണ് ഇവിടെ വീണ്ടും ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത്. തുടരെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഭയങ്കര തിരക്കാണ് എല്ലാ ഭാഗത്തും. അതുപോലെ തന്നെ കുളക്കടവിലുള്ള ഊട്ടുപുരയിലാണ് മെയിൻ ഒരുപാട് സീറ്റിംഗ് ഉള്ളത്. അതുപോലെ തന്നെ തെക്കേ ഗോപുരത്തിൻ്റെ നടന ഭാഗത്തായാലും ഒരു അന്നദാന മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. അപ്പം രണ്ട് സ്ഥലത്തുമായിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് അന്നദാനം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് പിറന്നാൾ സദ്യ. അപ്പോൾ ഭയങ്കര രുചികരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങൾക്കും അത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഇപ്പോഴും ആളുകൾ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് തന്നെ അകത്തേക്ക് ഒരുപാട് ആളുകളാണ്, ഭക്തരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒട്ടും കുറവില്ല. ഭയങ്കര തിരക്ക് തന്നെയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുള്ള തിരക്കാണ്. അപ്പോൾ അന്നദാനത്തിൻ്റെ കാര്യമാണ് അതിശയമാണെന്ന്. കാരണം എന്താ പറഞ്ഞാൽ പിറന്നാൾ സദ്യ ഇപ്പോഴും ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിയായിട്ട് പോലും 11 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോഴും 5 മണിയായിട്ട് 5 മണി കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ തിരക്കിനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിതാ അമ്പലത്തിൽ കയറി തൊഴുതു, അന്നദാനം കഴിച്ചു, ഒരുപാട് കാഴ്ചകൾ കണ്ടു. ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. സൈനിങ് ഓഫ് ബിബി ശ്രീ.